വെട്ടി 23 വെട്ട് വെട്ടി എന്നൊക്കെയാണ് വാർത്ത. പക്ഷേ 23 വെട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇന്ന് വനിതാ വിരുദ്ധയിലാണ് എത്തുന്നത്. 11:30 ഷോ മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ MD തന്നെയുണ്ട്. അപ്പം എത്ര മണിക്കുള്ള 11:30 ഷോയ്ക്ക്? 11:30 ഷോട്ട് അറ്റ്മോസ് കണ്ടന്റിൽ പടം എമ്പുരാൻ റീസെൻസർ ചെയ്ത സിനിമ ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും. ഇന്ന് എങ്ങനെയുണ്ട് തിരക്ക്? ഇന്ന് എല്ലാ ദിവസം പോലെ അല്ല, ഇന്നും തിരക്ക് തന്നെയാണ്. ഇന്ന് മാത്രമല്ല, അടുത്ത ഒരാഴ്ചയ്ക്ക് 50% മേലെ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻസർ ചെയ്തുകൊണ്ട് രാവിലെ തൊട്ട് ആൾക്കാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആൾക്കാർ റിപ്പീറ്റ് അത് പുതിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വരാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് ആ പ്രൊജക്ട് റൂമിൽ ഒന്ന് പോയി നോക്കിയാലോ? നമുക്ക് ആ പ്രൊജക്ട് റൂമിലേക്ക് ഒന്ന് പോകാം കേട്ടോ. അവിടെയാണ് ഇതിപ്പം ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രൊജക്ട് റൂമിൽ കയറി കഴിഞ്ഞാൽ ഈ സിനിമ ഇപ്പോൾ അടുത്ത കണ്ടന്റ് ലോഡിങ് നമുക്ക് കാണാം. അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ്, ഈ റൂമിൽ നിന്നാണ് ഇപ്പം അടുത്ത കണ്ടന്റ്, എല്ലാ കണ്ടന്റും ഇവിടെ നിന്നാണ് പോയത്. ഇത് എങ്ങനെയാണ് ഒന്ന് വിവരിക്കാമോ? നമ്മൾ ഇതാണ് അതിൻ്റെ സെർവർ, പ്രൊജക്റ്റിൻ്റെ സെർവർ ഇതാണ്. ഇതിലേക്കാണ് കണ്ടന്റ് ലോഡ് ആവുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തോടുകൂടി ഇതിൽ കണ്ടന്റ് കയറി കഴിഞ്ഞു. ഇപ്പോൾ അറ്റ്മോസ് കണ്ടന്റ് ഓൾറെഡി ലോഡായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 11:30 ഷോ ഇട്ട് ഇതിൽ അറ്റ്മോസ് കണ്ടന്റ് പ്ലേ ആവണം. പ്ലേ ആവും അല്ലേ? അപ്പം ഈ നേരത്തെ കണ്ടന്റ് മാറ്റി അതിൻ്റെ ലൈസൻസും കിട്ടി. ലൈസൻസ് രാവിലെ 9 തൊട്ട് ലൈസൻസും വന്നു. അറ്റ്മോസ് കണ്ടന്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ വേറൊരു ഡൗട്ട് വെച്ചാൽ, ഇപ്പം നിലവിൽ പഴയതിൻ്റെ ലൈസൻസ് വ്യാഴാഴ്ച വരെ ഉണ്ടല്ലോ. വേണമെങ്കിൽ നമുക്ക് ആ സിനിമ വേണമെങ്കിൽ ഓടിക്കാം അല്ലേ? ഇല്ല, അത് ചാൻസ് ഇല്ല. കാരണം അവർ ഓൾറെഡി ആ ലൈസൻസ് റദ്ദാക്കി ഉണ്ടാവും. അപ്പോൾ ആ ലൈസൻസ് വെച്ചിട്ട് ഇനി രണ്ടാമത് കളിക്കാൻ പറ്റില്ല, ഒരിക്കലും കഴിയില്ല അല്ലേ? അപ്പൊ ഇന്നും ആ തിരക്കുണ്ടല്ലേ? അപ്പൊ ഇതിന്ന് ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി, ഇതാണ് പ്രൊജക്ടർ. ഇതുവഴി ഇവിടെ ഇങ്ങനെ പോയിട്ട് സ്ക്രീനിലേക്ക് പോകും. ഉണ്ടോ? ആ സ്ക്രീനിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇതുവഴിയാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് നേരെ സ്ക്രീനിലേക്ക് പോകുന്നു. വെൽക്കം വനിതാ വിരുദ്ധ എന്ന് എഴുതിയാണ് വെച്ചിരിക്കുന്നത്. ഇനി 11:30 ഷോ തുടങ്ങുമ്പോൾ ആ ഷോയാണ് നമുക്ക് കാണേണ്ടത്. ആ ഷോയിൽ എന്തൊക്കെ കട്ട് ചെയ്ത്, പറഞ്ഞ പോലെ വളരെ കുറച്ച് സീനെ കട്ട് ചെയ്തിട്ട് 23 വെട്ടെന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. 2 മിനിറ്റും 8 സെക്കൻഡും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഒരു തവണ കണ്ട ആൾക്കാർ രണ്ടാമത് എഡിറ്റ് ചെയ്ത വെർഷൻ കാണാൻ വീണ്ടും തയ്യാറായിട്ടിരിക്കുന്നത്. അതാണ് ഈ പടത്തിന് ഏറ്റവും വലിയൊരു വിജയമായിട്ടുള്ള കാര്യം. അതാണ് ഏറ്റവും കാണണം. അതെ, രണ്ടാമത് കട്ട് ചെയ്ത് എന്താണെന്ന് അറിയാനും കൂടി വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. ചേട്ടനാണല്ലോ ഫുള്ള് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം ഇപ്പൊ കണ്ടു? ഞാനോ? ഞാൻ റിലീസിന്റെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇത് ഓൺ ചെയ്തിട്ട് ഇനിയിപ്പോ ഇന്ന് കാണണ്ടേ? ഇന്ന് ചെക്ക് ചെയ്യും. ഇന്ന് കട്ട് ചെയ്തെന്നുള്ള കാണണ്ടേ? നോക്കണമല്ലോ അല്ലേ? അപ്പൊ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ കണ്ട് ഓരോ സിനിമയ്ക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ, എന്തെങ്കിലും കംപ്ലൈന്റോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അല്ല പിന്നെ ഓഡിയൻസ് കംപ്ലൈന്റ്, നമുക്ക് കംപ്ലൈന്റ് വരുമല്ലോ. അതെ. അപ്പൊ ഇവര് എങ്ങനെ അടുത്ത ഷോയും കാണുവാണ് കേട്ടോ. ചേട്ടൻ കാണണ്ട അടുത്ത ഷോ? കാണും, ഞാനും കാണും. അടുത്ത ഷോ എന്തൊക്കെയാ നമുക്ക് അറിയണല്ലോ. അതെ, എന്തൊക്കെയാണ് കട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഷോ കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ. അപ്പം 11:30 ഷോയ്ക്കുള്ള ആളുകൾ ഈ ഷോ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പുതിയ രീതിക്കാണ് വരുന്നത്. ഈ ഷോ പുതിയ രീതിക്കാണ് വരുന്നത്. അതിനുള്ള ആളുകൾ കയറി തുടങ്ങി. എന്തായാലും ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്കും ഈ എന്തൊക്കെയാണ് കട്ട് ചെയ്തേക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ കണ്ടതുകൊണ്ട് എന്തൊക്കെ കട്ട് ചെയ്തെന്നുള്ളത് ഞാൻ ഷോ കഴിഞ്ഞിട്ട് പറയാം. കാരണം ഇപ്പോൾ താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആള് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തൊക്കെ കട്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 11:30 ഷോ തുടങ്ങും. ആ ഷോയ്ക്കുള്ള ആളുകൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാം. എന്തായാലും തിരക്ക് ഈ പറഞ്ഞ പോലെ നല്ല തിരക്ക് വീണ്ടും ഉണ്ട്. ഇന്നും നല്ല തിരക്കാണ്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ അല്ല, ഇന്നും നല്ല തിരക്ക് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ മിനിറ്റ്. ഇവിടുത്തെ എല്ലാ സ്ക്രീനിലും 11:30 ഷോ ഉണ്ട്. നമുക്ക് കാണാം. ഇന്ന് കട്ട് ചെയ്ത സീനാണ് വന്നത്. എനിക്കറിയില്ല, ആദ്യം കണ്ടപ്പോ എങ്ങനെ തോന്നി? എങ്ങനെയുണ്ട്? ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്? ഫസ്റ്റ്. എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ തോന്നി? ഗുഡ്. എഡിറ്റഡ് വേർഷൻ ആണെന്ന് അറിയാൻ പാടില്ല. ഫസ്റ്റ് ടൈം കാണുന്നത്. ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ? ഇല്ല, എവരിതിങ് ഈസ് ഗുഡ്, പെർഫെക്റ്റ്. ആദ്യമാണോ കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എഡിറ്റ് ചെയ്തെന്ന് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ലോ? ഒന്നുമില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്താ, ആകെ ചെറിയ 2 മിനിറ്റ് 3 മിനിറ്റല്ലേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടു, ഇഷ്ടപ്പെട്ടു. അതൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കാണാൻ വന്നത്. ജോലി തിരക്ക് കാരണം കാണാൻ പറ്റിയില്ല. അതെ. പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ക്യാരക്ടർ ചെയ്തു. ഇറങ്ങിപ്പോകും. ഇപ്പൊ എനിക്ക് അതെ. ശരി. അടിപൊളി. ഇന്നാണ് കാണുന്നത്. കട്ടിങ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലോ? കട്ടിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനസ്സിലായി. ഓൾറെഡി കണ്ടു കഴിഞ്ഞപ്പോ എത്ര കട്ടിങ് മനസ്സിലായി? ഏകദേശം 6-7 കട്ടിങ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കട്ടിങ് വിചാരിച്ച മഞ്ജു വാര്യർ എന്ന കട്ടിങ് ഒന്നും കഴിയില്ല. ബാക്കിയുള്ള കട്ടിങ് ആയി. ആദ്യത്തെ ഗോത്ര സംഭവം ഒന്നും ഇല്ല, കംപ്ലീറ്റ് ഇല്ല.
കംപ്ലീറ്റ് ഇല്ലാതെ അതിനകത്ത് ആ ഗോത്ര- ഗർഭിണിയെ ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഗർഭിണി സീനും ഗോദ്രയിൽ ട്രെയിനിലുള്ള എല്ലാ അപകടങ്ങളൊന്നും ഇല്ല കാണിക്കുക. റിയാലിറ്റി കണ്ടില്ല, അതിൽ കണ്ടില്ല. അത് കംപ്ലീറ്റ് ആ റിയാലിറ്റി അന്നുണ്ടായിരുന്നു. അന്ന് ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു, ഇന്നല്ല. എന്ന് കണ്ടപ്പോൾ 28-ന് റിലീസിന്റെ പിറ്റേ ദിവസം അന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. ആ ട്രെയിനിലെ ജസ്റ്റ് കാണിച്ചു പോകുന്നുള്ളൂ. ഇതിനകത്ത് ഇത് ഇപ്പൊ ഒന്നുമില്ല, അത് ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് കാണിച്ചു പോകുന്നില്ലേ? അത് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ റിയാലിറ്റി എന്താണെന്ന് തന്നെ അത് വന്ന് കാണിക്കുന്നതും ആ ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല. എന്തായാലും സിനിമ കണ്ട ആളുകൾ ഇറങ്ങുന്നുണ്ട്. പല അഭിപ്രായമുണ്ട് ആളുകൾക്ക്. സിനിമ കണ്ടോ? അടിപൊളി അടിപൊളി. ആദ്യമായിട്ടാ ഇന്നാണ് കാണുന്നത്? ഇന്നാ കണ്ടത്. എന്ത് തോന്നി മൊത്തത്തിൽ വിലയിരുത്തുവാണെങ്കിൽ? കുഴപ്പമൊന്നുമില്ല, എല്ലാം അടിപൊളിയായിരുന്നു. വീണ്ടും കാണണം. ഒരു വർഷം നല്ലൊരു പടമായിരുന്നു അത്. ആ ഫസ്റ്റ് സീൻ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി കാണാൻ വേണ്ടി. ഒന്നുകൂടെ കാണണം. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, ആളുകൾക്ക് ഒന്നും കൂടെ കാണണം എന്നുള്ള അഭിപ്രായമുണ്ട്. എന്തായാലും ഈ കട്ട് ചെയ്തത് ചില ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കട്ടിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇനി ഓഫീസിൽ ചെന്നിട്ട് ബാക്കി വീഡിയോയിൽ പറയാം. നമസ്കാരം. അപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞ് ഓഫീസിലെത്തിയിട്ടുള്ള വീഡിയോ ആണ്. ആ തിയേറ്ററിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടു. അതിൻ്റെ ബാലൻസിലേക്കാണ് പോകുന്നത്. ഇതെന്തൊക്കെയാണ് വെട്ടി 23 വെട്ട് വെട്ടി എന്നൊക്കെയാണ് വാർത്ത. പക്ഷേ 23 വെട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല, വെട്ടി മാറ്റിയിട്ടുമില്ല. ഇതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ കണ്ട സിനിമ ഓർഡിനൻസ് തുടക്കത്തിൽ തന്നെ ഈ നന്ദി കാണിക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപിയുടെ പേരും അതോടൊപ്പം ISR ഉദ്യോഗസ്ഥനായ ജ്യോതിഷ് മോഹൻ്റെ പേരും മാറ്റിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപി ആ പേര് മാറ്റാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് അന്ന് ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ഗോകുലം ഗോപാലിനെ വിളിച്ച് തൻ്റെ പേര് ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. അതാണ് നടന്ന സംഭവം എന്ന് എനിക്ക് കിട്ടിയ വിവരം. അതിനുശേഷമുള്ള സീനുകളാണ് പറയുന്നത്. അതിനുശേഷം കലാപം നടക്കുന്ന സ്ഥലം, കലാപമാണ് കാണിക്കുന്നത്. കലാപം നടക്കുന്ന സ്ഥലത്ത് സീനുകളെല്ലാം അതേപടി തന്നെ ഉണ്ട്. ട്രെയിനിലെ ദുരന്തമൊക്കെ ട്രെയിനിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം അതേപടി തന്നെ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഞങ്ങളുടെ ഇതിനു മുമ്പ് ഞാൻ സിനിമ കണ്ടു. ഇത് സെൻസറിന് ശേഷം സിനിമ കാണാൻ തന്നെ ഞാൻ പോയതാണ്. ആ സമയത്ത് എനിക്കത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. പിന്നീട് ഉള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. വില്ലൻ്റെ പേര് പേര് ബൽദേവ് എന്നാക്കി എന്ന് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ഏറ്റവും ആദ്യം തന്നെ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു, ബൽദേവ് എന്നാക്കുന്നു, വില്ലൻ്റെ പേര് മാറ്റുന്നു. ആ വില്ലൻ്റെ പേര് മാറ്റി 17 ഇടങ്ങളിൽ ഡബ്ബിംഗ് ആണ്. ഒരു സ്ഥലത്തോടും മ്യൂട്ട് ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും കട്ട് ചെയ്തിട്ടില്ല. 17 ഇടങ്ങളോളം ആ ഡബ്ബിങ് പല താരങ്ങൾ പറയുന്നത് ആ റീഡബ്ബ് ചെയ്ത് തന്നെ കാണിച്ചു. ആദ്യം തന്നെ അവിടെ പറയുന്നത് ഈ വില്ലൻ്റെ കൂടെയുള്ള മുന്ന എന്നൊരു പറയുന്ന ക്യാരക്ടറിൻ്റെ പേരാണ് മുന്ന. അദ്ദേഹം പറയുന്ന ഒരു സ്ഥലത്ത് ഇത് കൃത്യമായി ഡബ്ബ് ചെയ്തു പോകുന്നു. പിന്നീട് അടുത്ത സ്ഥലത്ത് വരുന്ന കൊട്ടാരത്തിലൊരു കഥാപാത്രം, ഈ കൊട്ടാരത്തിലാണല്ലോ കലാപം നടക്കുന്നത്, അവിടുത്തെ ഒരു ലേഡി ക്യാരക്ടർ ചെയ്ത വ്യക്തി പറയുന്ന ബൽദേവ് എന്ന് ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ വില്ലൻ്റെ പേര് മാറ്റി ബൽദേവ് എന്ന് ഡബ്ബ് ചെയ്തു. പിന്നീട് അതിനുശേഷം ആണ് കൊട്ടാരത്തിലെ സീനുകൾ നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അത് കാണിക്കരുതെന്ന് നേരത്തെ തീരുമാനിച്ച് സെൻസർ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിലെ ബലാത്സംഗ സീൻ പൂർണ്ണമായിട്ടും അത് കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ടിങ് ഒരു രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ആദ്യം നമ്മൾ കണ്ട ഒരാൾക്കാണ് ഫീൽ ചെയ്യും, ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ വാർത്തകളിലൂടെ കേട്ട് അത്രയും ഒരു സീനുണ്ട് എന്ന് പറയുമ്പോൾ ആ സീന് കട്ട് ചെയ്തതിന് ശേഷം എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അതിക്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതേപടിയുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ അതേപടി കാണിക്കുന്നുണ്ട്. ആ സീൻ കൃത്യമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഈ കേരളത്തിലെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഈ വില്ലനുമായി ബന്ധപ്പെട്ട് മറ്റൊരാളുടെ ഫുൾ സംസാരിക്കും, വില്ലൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു. അവിടെ ബൽദേവ് എന്ന് ഡബ്ബ് ചെയ്തിരിക്കുന്നു. പിന്നീട് 5ാമത് വരുമ്പോഴും അത് തന്നെ ഇന്ദ്രജിത്ത് വീണ്ടും ആ പേര് ആവർത്തിക്കുന്നുണ്ട്, അവിടെയും റീഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രജിത്ത് വീണ്ടും പറയുന്ന സ്ഥലത്ത് ഈ പേര് പറയുന്ന സ്ഥലത്ത് ഒരു ഡബ്ബുണ്ട്. പിന്നെ അടുത്തത് ടോവിനോ പറയുന്ന സ്ഥലത്ത് ഡബ്ബ് ചെയ്യുന്നുണ്ട്. ഈ നടൻ്റെ വില്ലൻ്റെ പേര് മാറ്റി ബൽദേവ് എന്ന് ഡബ്ബ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇന്ദ്രജിത്ത് വേറൊരു സംഭാഷണത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്, ഈ വില്ലൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പറയുമ്പോൾ അത് മാറ്റി ബൽദേവ് എന്ന് ഡബ്ബ് ചെയ്തു. സുരാജ് പറയുന്ന ഒരിടമുണ്ട്, അവിടെ സുരാജ് പറയുന്ന സ്ഥലത്തും പേര് മാറ്റി ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഡബ്ബ് ചെയ്തിട്ട് വീണ്ടും ആ ഡബ്ബിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. വീണ്ടും സുരാജ് കാർത്തിക് എന്നൊരു കഥാപാത്രവുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഈ വില്ലൻ്റെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെയും ഒരു റീഡബ്ബ് നടന്നിട്ടുണ്ട്. ഡബ്ബാണ് നടന്നിരിക്കുന്നത് കേട്ടോ, അത് മ്യൂട്ട് ചെയ്തിട്ടില്ല, ഡബ്ബിങ് മാത്രമാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ NIA സംഭവം നമ്മൾ പറഞ്ഞു. മഞ്ജു വാര്യർ NIA അവിടെ ഒരു പ്രിയദർശി എന്ന കഥാപാത്രം വന്ന്
അവരുടെ പാർട്ടിക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് തന്നെ അവർ പരാമർശം നടത്തും. ആ കേന്ദ്ര ഏജൻസി എന്നുള്ള സാധനം കട്ട് ചെയ്തു എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു കട്ട് ചെയ്യൽ അവിടെ ഉണ്ടായിട്ടില്ല. അത് കൃത്യമായി തന്നെ മഞ്ജു വാര്യർ പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അവിടെയാണ് ഇവരെ അറസ്റ്റിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. അത് നമ്മൾ സിനിമ കണ്ടവരാണ്, വാർത്തകൾ വന്നതാണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു സീനിൽ വരുമ്പോൾ NIA എന്ന ഒരു ബോർഡ് വെച്ചൊരു വണ്ടി, ലോഗോ വെച്ചൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ ലോഗോ ഇപ്പോൾ ഇല്ല. അതേ വണ്ടി തന്നെ ലോങ് ആംഗിളിൽ നിന്ന് എടുത്തുകൊണ്ട് വേറൊരു ഇതുണ്ടായിരുന്നു. അവിടെയാണ് ആ വണ്ടി നമ്പർ മാത്രം കാണിച്ചുകൊണ്ട് അതേ ക്ലോസപ്പ് ഷോട്ട് അവിടെ തന്നെ കറക്റ്റ് ഇട്ടിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് സുരാജും ഈ പറയുന്ന മറ്റൊരു കഥാപാത്രമായി സംസാരിക്കുന്നിടത്ത് സുരാജ് പറയുന്ന സ്ഥലത്ത് ഈ പേര് ഡബ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഡബ്ബിങ് ഉണ്ടായിരിക്കുന്നു. പിന്നീട് മോഹൻലാലാണ്. പിന്നീട് മോഹൻലാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ ഈ വില്ലൻ്റെ പേര് പറയുന്ന ഒരു സീൻ വരുന്നത്. ആ സീനിൽ വില്ലൻ്റെ പേര് 2 പ്രാവശ്യം ഒരേ സംഭാഷണത്തിന് 2 പ്രാവശ്യം ഈ വില്ലൻ്റെ പേര് പറയുന്നുണ്ട്. അത് ഡബ് ചെയ്ത് വെൽദമെന്നാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ ഒരു യാത്ര അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അവിടെ പറഞ്ഞായിരുന്നു മറ്റ് വിഗ്രഹങ്ങളിലെ സാന്നിധ്യത്തിലാണ് വാഹനം പോകുന്നത് കാണിച്ചത്. ആ വിഗ്രഹങ്ങൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ആ വിഗ്രഹത്തിൻ്റെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതവിടെ വണ്ടി പോകുന്ന വേറെ ആംഗിളിൽ നിന്നുള്ള വണ്ടി പോകുന്നത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ സംഭവം കാണിച്ചു. വണ്ടി പോകുന്നത് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്, ആ വണ്ടി പോകുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പൃഥ്വിരാജിൻ്റെ ഒരു എൻട്രിയിൽ വരുന്നത്. പൃഥ്വിരാജ് അതിനുമ്പോൾ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു സീനിൽ വരുന്ന ഈ വില്ലൻ്റെ പേര് പറയുന്നുണ്ട്. അവിടെ പൃഥ്വിരാജ് ബൽദേവ് എന്ന് പറഞ്ഞ് ഡബ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളുണ്ടായിട്ട് ഈ സിനിമയിൽ തന്നെ അദ്ദേഹത്തെ കാണാതായി, വില്ലനെ കാണാതായി എന്നൊരു പത്രവാർത്ത ഉണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് ബൽദേവ് എന്ന് ടൈപ്പിങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. പത്രത്തിൽ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അതും മാറ്റിയിട്ടുണ്ടാകാം. പക്ഷേ നമുക്ക് മലയാളത്തിൽ ടൈപ്പിംഗ് ബൽദേവിനെ കാണുവാനില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മോഹൻലാൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഈ വില്ലൻ്റെ പേര് പറയുന്നുണ്ട്. അവിടെ ബൽദേവ് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഉള്ളത്. അല്ലാതെ 23 കട്ട് എന്ന് പറഞ്ഞാൽ മൂട്ട് എന്ന സംഭവം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. NIA എന്ന് പറയുന്നത് കട്ട് ചെയ്ത് മാറ്റിയതുകൊണ്ട് അങ്ങനെ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുമുണ്ട്. ആ ലോഗോ ഉപയോഗിക്കരുതെന്ന് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയിരിക്കുന്നത്. ഡബ്ബിംഗ് ആണ്, കൂടുതലും ഡബ്ബിങ്. 17 ഇടങ്ങളിൽ തന്നെ ഈ വില്ലൻ്റെ പേര് മാറ്റി ഈ പറയുന്ന ആളുകൾ ഡബ്ബ് ചെയ്ത് അയച്ചു കൊടുത്തതിന് ശേഷമാണ് റീസൺസ് ഉണ്ട്. അത് ഡബ്ബ് ചെയ്ത് സ്റ്റുഡിയോയിൽ പോയി എഡിറ്റർ അവിടെ വെച്ച് ആ പേര് അതോട് സമയമുള്ള പേര് ബൽദേവ് എന്നാക്കിയതിന് ശേഷമാണ് സെൻസറിങ്ങിന് പോയത്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഈ 2 മിനിറ്റും 8 സെക്കൻഡുമാണ് ഇതിലെ ദൈർഘ്യം കുറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും മാറിയിട്ടില്ല. കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും ഈ സംഭവങ്ങൾ മനസ്സിലാകില്ല എന്ന കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമ കണ്ടിറങ്ങി. ഞാൻ സിനിമയ്ക്ക് ഇന്നും തിയേറ്ററിൽ അതിൻ്റെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ആദ്യം പോകുമ്പോൾ ആളുകൾ കയറി വരുന്ന സീനുകളാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞാൻ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഹൗസ്ഫുള്ളായ നിലയിലേക്ക് പോയി. 3 സ്ക്രീനിലും എമ്പുരാൻ്റെ 3 സ്ക്രീൻ വനിതയിലുള്ള 3 സ്ക്രീനിലും ആളുകൾ നിറഞ്ഞു കവിയുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് കണ്ടവരും വന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോകുലം ചേട്ടൻ അല്ലേ, ഗോകുലം മൂവീസും ആശീർവാദ് സിനിമാസും കൂടെ ചേർന്നാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. ആദ്യം ലൈക്ക വരികയും ലൈക്ക പിന്മാറുകയും പിന്നീട് ഗോകുലം ചേട്ടൻ ഈ സിനിമയെ ഇവരോടൊപ്പം പങ്കാളിയാകുകയും ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദമുണ്ടായി. മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല, ഈ കഥ കേട്ടില്ല. എന്നാൽ ആ കാര്യങ്ങളെല്ലാം ആൻ്റണി പെരുമ്പാവൂർ കൃത്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥയെക്കുറിച്ച് അറിയാം. ആൻ്റണി പെരുമ്പാവൂരിനറിയാം, മോഹൻലാലിനറിയാം, ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും കഥകൾ അറിയാമെന്ന് തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത്. അത് അങ്ങനെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് മേജർ രവിയാണ്. പക്ഷേ മേജർ രവിയെ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു ആൻ്റണി പെരുമ്പാവൂർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഗോകുലൻ ഏറ്റെടുക്കുന്നത് അവസാന മുഹൂർത്തത്തിലായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അവസാന മുഹൂർത്തത്തിൽ ഗോകുലൻ ഏറ്റെടുക്കുന്നു. അത് സിനിമയോടുള്ള ഇഷ്ടം, മോഹൻലാലിനുള്ള സ്നേഹം, ആൻ്റണി പെരുമ്പാവൂരിലുള്ള വിശ്വാസത, പൃഥ്വിരാജിനുള്ള ഇഷ്ടം, ഈ കാര്യങ്ങളെല്ലാമാണ് ഗോപാലൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ സിനിമ ഏറ്റെടുത്ത്. അദ്ദേഹം ഈ സിനിമ ഏറ്റെടുത്തെങ്കിൽ ഈ സിനിമ വരാനുള്ള പ്രശ്നം വലുതായിരുന്നു. ഈ സിനിമ ഈ പറഞ്ഞ മാർച്ച് 22 ഇറങ്ങാനുള്ള സാധ്യതയില്ലായിരുന്നു എന്ന കാര്യമെല്ലാം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഗോപാലിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഗോപാലൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഇതിൻ്റെ ആദ്യമേ പ്രിവ്യൂ ഷോ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. സിനിമ ആദ്യ ദിവസമാണ് കാണുന്നത്. അതോടൊപ്പം ഈ സിനിമയുടെ കഥ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് സിനിമയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഈ സിനിമയിലേക്ക് അടുപ്പിച്ചത്. മോഹൻലാലിനുള്ള സ്നേഹമാണ് ഈ സിനിമയിലേക്ക് അടുപ്പിച്ചത്. ഈ ആൻ്റണി പെരുമ്പാവൂരിനുള്ള
വിശ്വാസ്യതയാണ് അങ്ങോട്ട് അദ്ദേഹത്തെ അടുപ്പിച്ചത്. ആ വിശ്വാസമെല്ലാം ഇവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ സെൻസർ ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഗോകുലം ഗോപാലിനെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലങ്കയായിരുന്ന കൃഷ്ണമൂർത്തിയും ഇവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂരുമായി മോഹൻലാലുമായി ചേർന്ന് ഈ സംഭവങ്ങൾ പുറത്ത് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഗോകുലം ഗോപാലിനെതിരെ നടത്തുന്ന സൈബർ ആക്രമണം നിങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ആസ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും കൂടെയാണ് പറയുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു കൊണ്ട് ഈ സിനിമ പുറത്തേക്ക് വന്നു. അദ്ദേഹം ആൻ്റണി പെരുമ്പാവൂരുമായി കൈ കോർത്തത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. തമിഴ്നാട്ടിലൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം ആ രീതിക്കും ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വെച്ച് വരെ പ്രക്ഷോഭം നടത്തും. പക്ഷേ ക്രൂശിക്കുന്നവർ ഒരു കാര്യം, അദ്ദേഹത്തിനെ പോലെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് ഈ സിനിമ പുറത്തേക്ക് വന്നതും ഞാൻ അക്കമിട്ട് പറഞ്ഞു. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയാണ് TVM ട്രിവാൻഡ്രത്ത് ആർടെക് എന്ന സിനിമ തിയേറ്ററിൽ മാളിലുള്ള സിനിമയിലാണ് ഇന്നലെ രാത്രി സെക്കൻഡ് ഷോയോട് കൂടി വന്ന്. ഇന്ന് പലയിടങ്ങളിലും ഈ സിനിമ ലോഡ് ചെയ്തെങ്കിലും ഇനിയും സിനിമകൾ പല തിയേറ്ററിലും എത്താറുണ്ട്. കാരണം ഈ സംഭവം ലോഡ് ചെയ്യാനുള്ള താമസമുണ്ട്. ചില സമയം സാറ്റലൈറ്റ് വഴി വരുമ്പോൾ ചിലവർക്ക് ബൈ ഹാൻഡാണ് എത്തിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു താമസം അവിടെ എത്തിയിട്ടില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു ലാംഗ്വേജിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയൊക്കെ ഉണ്ട്. അവിടെയും സെൻസറിങ് കഴിഞ്ഞ് സിനിമകൾ എത്തുന്നുള്ളൂ. അവിടെ സെൻസറിങ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയും സിനിമ എത്താൻ വൈകുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും, മലയാളത്തിലുള്ള എല്ലാ ഇടങ്ങളിലും മലയാള ഭാഷയിലുള്ള സിനിമ റീസെൻസർ ചെയ്തുകൊണ്ട് സിനിമ തിയേറ്ററിലെത്തി. ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായി എല്ലാ തിയേറ്ററിലെത്തും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുവനന്തപുരത്ത് ആർടെക് എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മാതാക്കളുടെ PDC എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വഴിയാണ് നിർമ്മാതാക്കളിലാണ് ഏറ്റവും ആദ്യം എത്തിയതെന്ന കാര്യം ഓർമ്മപ്പെടുത്തു. 6 സംഘമാണുള്ളത്. 6 പേരാണ് ഇത് എത്തിക്കുന്നത്. അവരിൽ ഏറ്റവും ആദ്യത്തെ നിർമ്മാതാക്കളുടെ സംഘടന PDC വഴിയാണ് ഈ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ഈ പുറം രാജ്യങ്ങൾ GCCയിലുമാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും ആ സംഭവങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമ തന്നെയാണ് ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നത്. അവിടെ ഒന്നും റീസെൻസറിങ് നടന്നിട്ടില്ല. അതാത് രാജ്യങ്ങളിൽ വേറെ സെൻസറാണ് നടക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല, അങ്ങനെ നടന്നിട്ടുമില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നിലവിൽ സിനിമ വലിയ വിജയമായി മുന്നോട്ട് പോകുന്നു. എമ്പുരാൻ ആര് തകർക്കാൻ പോയാലും, എന്തൊക്കെ ഗൂഢാലോചന നടന്നാലും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് തന്നെയാണ് കേരളക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ ദിവസങ്ങളിലൊക്കെ ഹൗസ്ഫുള്ളായിട്ട് നിരവധി സ്ക്രീനുകളോടി 1 കോടിയിൽ അധികം ആളുകൾ ഈ സിനിമ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്ന കണക്കും പുറത്തു വിടുന്നു. അങ്ങനെയെങ്കിൽ മലയാളികളുടെ ഭൂരിഭാഗം ആളുകളും ഈ സിനിമ കണ്ടു കഴിഞ്ഞു, ഇപ്പോഴും സിനിമ കാണുന്നു. അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകുന്ന എമ്പുരാനെതിരെയുള്ള ഈ വിമർശനങ്ങൾ പാടെ മറന്നു കളയണം ആളുകളെല്ലാം തിയേറ്ററിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് എത്തുന്നത്. പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും മുരളി ഗോപിയും എല്ലാം ഒരുമിച്ചുള്ള സിനിമയാണ്. ഇപ്പം നിലവിൽ മുരളി ഗോപി ഒരു പോസ്റ്റും ഷെയർ ചെയ്യാതെ നമ്മൾ കാണുന്ന മുരളി ഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആൻ്റണി പെരുമ്പാവൂർ ഇന്നലെ മുരളി ഗോപിയെക്കുറിച്ച് ഒരു അതൃപ്തിയും ഇല്ല എന്ന് പറയുമ്പോഴും ഇന്ന് വരെ അതിനുശേഷം ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാതെ മുരളി ഗോപി ഇതിന് പ്രതികരിക്കാതെ മാറിയിരിക്കുമ്പോൾ അദ്ദേഹം ഇതിന് അസ്വസ്ഥനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം എന്നെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചുമില്ല. എന്തായാലും സിനിമയുടെ വിജയം, ആ സിനിമയാണ് മലയാള സിനിമ ലോകമെമ്പാടും എത്തിക്കാൻ കഴിഞ്ഞ ഈ ടീമിന് വലിയ നന്ദിയും നമ്മൾ പറയുകയാണ്. എന്തായാലും സിനിമ കാണുക, കാണാത്തവർ എത്രയും പെട്ടെന്ന് സിനിമ കാണണമെന്ന് അഭ്യർത്ഥനയോടെ അഭ്യർത്ഥിക്കുകയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.